ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ടാറ്റ പഞ്ചിന്റെ സെക്കൻഡ് വേരിയന്റായ അഡ്വഞ്ചർ വേരിയന്റ് ആണ്. ടാറ്റ പഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ ഒരു സെക്കൻഡ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ ഒരു വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ ഈ ഒരു വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് നമുക്ക് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നില്ല, ഫോഗ് ലൈറ്റ് വരുന്നില്ല, നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സുള്ള ഡിഫറൻസ് ആണ് വരുന്നത്. റൂഫ് റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ഈ വേരിയന്റിലും ആക്സസറി ആയിട്ട് ചെയ്യാം, ഫോഗ് ലൈറ്റും നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു കളർ പഞ്ചിൽ ഓൺ റോഡ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കളർ ഇതാണ്. അത്യാവശ്യം റോഡ് പ്രസൻസ് ഒക്കെ തരുന്ന ഒരു കളറാണ്. ഒരു സിമിലർ ടു ബ്ലാക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കളറിനെ വിളിക്കാം. പഞ്ചിൽ എന്താണെങ്കിലും പ്യുവർ ബ്ലാക്ക് കളർ ഇതുവരെ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ടോപ്പിലായിട്ട് നമുക്കൊരു പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു LED DRL ആണ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ടാറ്റയുടെ പുതിയ ലോഗോ. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ അതൊരു ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഫോളോ മീ ഹെഡ്ലാമ്പിൻ്റെ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് തന്നെ കൊടുത്തത് എന്താണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഫോഗ് ലൈറ്റ് വരുന്നില്ല, അത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. 187 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ആ ഒരു ഡ്രൈ ആരോ ഷേപ്പിലുള്ള ഗ്രില്ല് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസുള്ള ഒരു വാഹനമായിട്ട് പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ടയർസിലേക്ക് വന്നാൽ 185 70R15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ടാറ്റയുടെ ലോഗോ. അലോയ്സിൻ്റെ ലുക്കൊന്നുമല്ല, ഒരു പക്ക വീൽ കപ്പ് തന്നെയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. മിറേഴ്സ് കാര്യങ്ങളെല്ലാം ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഡോർ ഹാൻഡിൽസും ബോഡി കളറിൽ കാണാം. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്. ഇത് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിൽ നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. താഴത്തെ കൂടെ നമുക്കൊരു ഫുൾ ബാക്ക് വശം വരെ ഒരു വലിപ്പമുള്ള ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഈ വാഹനത്തിൻ്റെ ഒരു SUV ലുക്കൊക്കെ തരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നാൽ എല്ലാ പഞ്ചുകളുടെയും ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ പഞ്ച് EV ആണെങ്കിലും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്പോയിലർ വരുന്നില്ല. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പഞ്ചിന് എപ്പോഴും ഒരു സ്പോയിലർ ചെയ്യുന്നതാണ് നല്ലത്. അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായിട്ടും ഒരു സ്പോർട്ടി ലുക്കും തരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഇവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ, വാഷർ, ഡീഫോക്കർ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ടെയിൽ ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. വശങ്ങളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ആ ട്രയാറോ ഷേപ്പിലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് റിഫ്ലക്റ്റേഴ്സ് കാണാം. പഞ്ച് എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. വേറെ റിവേഴ്സ് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്നില്ല. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിലെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പ്രോപ്പർ ഹാൻഡിൽ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. വേറെ ബൂട്ടിൽ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബൂട്ട് ലൈറ്റും സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സീറ്റുകൾ വരുന്നത് ബെഞ്ച് ഫോൾഡിംഗ് ആണ്. സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 366 ലിറ്ററാണ് പഞ്ചിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പഞ്ചിൻ്റെ ഈ വേരിയൻറ്റിൽ നിങ്ങൾക്ക് CNG അവൈലബിൾ ആണ്. CNGയിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 2 ടാങ്കുകൾ എന്നുള്ള രീതിയിലാണ് ബൂട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് സ്പേസ് 210 ലിറ്റർ ആയിട്ട് കുറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് നമുക്ക് CNGയിലും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം 90 ഡിഗ്രിയിൽ തന്നെ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. പഞ്ചിൻ്റെ 4 ഡോറുകൾ 90 ഡിഗ്രിയിൽ തുറക്കാൻ പറ്റും. പഞ്ചിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസും ഈ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. അതുകൊണ്ട് എല്ലാ സീറ്റിലേക്ക് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ടോപ്പ് ബ്ലാക്ക് ഫിനിഷ്, സെൻറ്ററിൽ നമുക്ക് ആ ഒരു ഗ്രീനിഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലും ആ ഒരു സെയിം ഡ്യുവൽ ടോൺ കളറുകൾ കാണാം. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് ട്യൂട്ടർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ട്യൂട്ടർ വരുന്നില്ല. സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സെക്കൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. അതും
എല്ലാ വേരിയൻറ്റുകളിലും വരുന്നുണ്ട്. മാനുവലിനും സെപ്പറേറ്റ് ആയിട്ട് ഡെഡ് പെഡൽ കാണാം. ഇവിടെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ ഡ്രൈവ് മോഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC വെൻസിന് ചുറ്റും എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പഞ്ച് അഡ്വഞ്ചർ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങൾ ആ കളർ ടോൺ എല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇഗ്നിസ് നമ്മളുടെ എക്സ്ട്രയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് നൽകുന്നത് പഞ്ചാണ്. നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു SUV ഫീൽ ഈ വാഹനം ഇൻറ്റീരിയറിൽ നിന്ന് തരും. നമുക്ക് റോഡെല്ലാം കണ്ട് വളരെ വിശാലമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് പറ്റും. ഇപ്പം ലേഡീസിനൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനവും പഞ്ചായിരിക്കും. കാരണം നല്ല സ്ട്രോങ് ആൻഡ് സോളിഡ് വാഹനമായിട്ട് ഇത് ഫീൽ ചെയ്യും. ഏത് കൂടെയും കൊണ്ട് നടക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ വാഹനം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമ്മുടെ പഴയ നെക്സോണിലൊക്കെ കണ്ട ആ സെയിം ഫ്ലാറ്റ് ബോട്ടം 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് മൾട്ടി ഫംഗ്ഷണലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നടുക്ക് ടാറ്റയുടെ ഒരു ലോഗോ. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡൊന്നുമല്ല, പക്ഷെ എന്നാലും പിടിക്കാൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലുകളാണ്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അത് ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ആ മീറ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ആവറേജ് ഫ്യൂവൽ, എത്ര കിലോമീറ്റർ ഓടി, എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാലൻസ് ഉണ്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. RPM മീറ്റർ, ഫ്യൂവൽ ഗേജ്, എഞ്ചിൻ ടെമ്പറേച്ചർ എല്ലാം ഒരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൂടി കൊടുത്തിരിക്കുന്നു. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. TFT ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു 3 ഇഞ്ചിൻ്റെയൊക്കെ ഒരു TFT ഡിസ്പ്ലേ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫോൺ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള സിസ്റ്റമാണ്. 4 സ്പീക്കറും ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ സെൻസേഴ്സും ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പഞ്ചിൻ്റെ വേരിയൻറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് സ്ക്രീൻ മാറ്റാൻ പറ്റും. 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോളൊക്കെ ആയിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബേസ് വേരിയൻറ്റ് നോക്കുന്നവർ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ക്രീൻ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു നെക്സ്റ്റ് ലെവൽ വേരിയൻറ്റിൻ്റെ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് താഴെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ്. നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. താഴെ നമുക്ക് ആ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ, അതായത് ഈ ഒരു ചെറിയ സ്ക്രീനിൻ്റെ കൺട്രോളുകളാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഹോം ബട്ടൺ, അങ്ങനെ കുറച്ച് ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതും ഇത് അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് മാറ്റാനായിട്ടുള്ളൊരു ടോഗിൾ ബട്ടൺ അല്ലെങ്കിൽ ഒരു നോബ് കൊടുത്തിരിക്കുന്നു. താഴെ മാനുവൽ AC ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് AC കൺട്രോൾസിൻ്റെ സെയിം ലുക്ക് കാര്യങ്ങളാണ് അത് വരുന്നത്. താഴെയായിട്ട് ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് USB കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു Type C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കാണാം. ഇവിടെ എല്ലാം നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്കൊരു ഗ്ലാസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് സെക്കൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടി സെൻറ്റർ ആംറസ്റ്റ് ആണ്. അതിൻ്റെ ടോപ്പിലൊരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അതിനകത്തൊരു വൈറ്റ് ആ ട്രയാറോ ഷേപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ലൈൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ പഞ്ചിൽ വരുന്നില്ല കോ ഡ്രൈവർ സൈഡിൽ. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IRVMs നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ആകെ മിസ്സിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു സ്ക്രീനാണ്. അത് നമ്മൾക്ക് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാം. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ വാഹനങ്ങളിലെ ഗ്ലോ ബോക്സ് എടുത്ത് പറയേണ്ടതാണ്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആണ്. 2 തട്ടൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഡീപ്പായിട്ട് എനിക്ക് തോന്നുന്നു 6 ലിറ്ററോ 7 ലിറ്ററോ കണ്ടാണ് ഈ ഗ്ലോ ബോക്സിൻ്റെ സൈസ് തന്നെ വരുന്നത്. നമുക്ക് വെള്ളം എല്ലാം എടുത്ത് വെച്ച് തണുപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ വരുന്നുണ്ട്. ഇതിനകത്ത് എന്തായാലും അതൊന്നും കൊടുത്തിട്ടില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് ഡോർ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ്സ് എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്കും ഈ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് AC വെൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് താഴെ നമുക്കൊരു USB ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സീറ്റുകളിൽ
ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറിയിരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഒരു ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആണ്. നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. അപ്പോൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളുടെയും ഒരു പ്രത്യേകതയാണ് നമ്മൾ വീട്ടിലെ കൗച്ചിലിരിക്കുന്ന രീതിയിലുള്ള നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് പഞ്ചിൻ്റെ ബാക്കിലും കൊടുത്തിരിക്കുന്നത്. പഞ്ച് അഡ്വഞ്ചർ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഈ സെഗ്മെന്റിൽ മോസ്റ്റ് സേഫസ്റ്റ് കാർ ടാറ്റ പഞ്ചാണ്. അത് നമ്മൾ അകത്ത് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴായാലും നമുക്കത് ഫീൽ ചെയ്യും ഒരു സോളിഡ് വാഹനമാണെന്ന്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 2 എയർ ബാഗാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ പഞ്ചിന്റെ EVയിൽ മാത്രമാണ് 6 എയർ ബാഗ് കൊടുത്തോളൂ. ഇപ്പോൾ അധികം താമസിക്കാണ്ട് നമുക്ക് പെട്രോൾ വാഹനങ്ങളിലും 6 എയർ ബാഗ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ABS EBD ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് ഈ വേരിയന്റ് വരുന്നില്ല. അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് തൊട്ടാണ് ഹിൽ ഹോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വാഹനം വാങ്ങുന്നവർ ഹിൽ ഹോൾഡ് ഇല്ലാണ്ട് ഉപയോഗിക്കേണ്ടി വരും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ടയർ ആൻഡ് സ്റ്റാർട്ടർ 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 83 HP പവർ വരുന്ന 115 Nm ടോർക്ക് തരുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ മാനുവലിന് ഒരു 14 തൊട്ട് 16, 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്നവരുണ്ട്. ഓട്ടോമാറ്റിക് ഒരു 12-നും 15-നും ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാതെ മതി. മൈലേജ് കൂടുതൽ നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് CNGയിലേക്ക് പോകാം. CNG പഞ്ചിൽ അവൈലബിൾ ആണ്. CNG ഈ ഒരു വേരിയൻ്റ് തൊട്ടിട്ടാണ് ഓട്ടോമാറ്റിക്കും CNGയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ CNG ആകുമ്പോൾ നിങ്ങൾക്ക് 73, 72, 74 HP അടുത്തൊക്കെയാണ് പവർ കുറയുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല മൈലേജാണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ടിയാഗോ CNG എടുത്തിട്ടുണ്ട്. കമ്പനി പറയുന്നത് 28 ആൾക്ക് 26 മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാണെങ്കിലും നമുക്കൊരു 23, 24 അടുത്തൊക്കെ CNGക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ CNGയിലേക്ക് പോകാം. ടാറ്റ പഞ്ചിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയൻറ്റ് പ്യുവർ വേരിയൻ്റ് ആണ്. അത് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പ്യുവർ വേരിയൻറ്റിന് ഷോറൂം പ്രൈസ് വരുന്നത് 6,19,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,45,000 രൂപ. ബേസ് പ്യുവർ വേരിയൻറ്റിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറും വരുന്നില്ല. എന്നാൽ ഈ സെക്കൻഡ് വേരിയൻ്റായ അഡ്വഞ്ചർ തൊട്ട് നിങ്ങൾക്ക് കൺസ്യൂമർ ഓഫർ 10,000 രൂപയും എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപയും കോർപ്പറേറ്റ് ഓഫർ 5,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 30,000 രൂപയുടെ ഓഫറുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വഞ്ചർ മാനുവൽ വേരിയൻറ്റിന് ഷോറൂം പ്രൈസ് വരുന്നത് 7,16,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,35,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൽ നമുക്ക് AMT അവൈലബിൾ ആണ്. 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ്. അതിന് 7,76,000 രൂപയാണ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9 ലക്ഷം രൂപ. CNGയിലേക്ക് വന്നാൽ 8,11,000 രൂപയാണ് CNGയുടെ പ്രൈസ്. ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,50,000 രൂപ. ഈ പറഞ്ഞ പ്രൈസിനെല്ലാം അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസും കൂടി ലഭിക്കുന്നതാണ്. ഈ വേരിയന്റിൽ തന്നെ അഡ്വഞ്ചറിൽ തന്നെ അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞ പുതിയൊരു വേരിയന്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് അഡീഷണലി കിട്ടുന്നത് നമുക്ക് ആ ഒരു മ്യൂസിക് സിസ്റ്റം, ഹാർമൻ്റെ 7 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും, 4 സ്പീക്കറുണ്ട്, ട്യൂട്ടറും റിവേഴ്സ് ക്യാമറയും. ഇത്തരം ഫീച്ചറാണ് നമുക്ക് ആ വേരിയന്റിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അഡ്വഞ്ചർ പ്ലസ് മാനുവൽ വേരിയന്റിന്റെ പ്രൈസിലേക്ക് വന്നാൽ 8,75,000 രൂപയാണ് ആ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം 40,000 രൂപ കൂടുതലാണ്. അപ്പോൾ അഡ്വഞ്ചർ വേരിയന്റിന് ആയിട്ട് മറ്റ് AMTയിലേക്ക് പോയി കഴിഞ്ഞാൽ അഡ്വഞ്ചർ പ്ലസ് AMT ആണെങ്കിൽ അഡ്വഞ്ചർ പ്ലസ് CNG ആണെങ്കിൽ നിങ്ങൾക്ക് 40,000 തൊട്ട് 45,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് അഡീഷണലി പേ ചെയ്യേണ്ടി വരും. വരുന്നത് ആ ഒരു എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അഡ്വഞ്ചർ വേരിയന്റ് എടുക്കുക. അത്യാവശ്യം നല്ലൊരു ആൻഡ്രോയിഡ് സ്ക്രീൻ പുറത്തുനിന്ന് ചെയ്യുക. ഈ 40,000 രൂപ അഡീഷണൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ ചെയ്യാൻ പറ്റും, 360 ക്യാമറ വെക്കാൻ പറ്റും, ഡാഷ് ക്യാം വെക്കാൻ പറ്റും, റിവേഴ്സ് ക്യാമറ വെക്കാൻ പറ്റും, 4 സ്പീക്കറിന് 4 ട്യൂട്ടറൊക്കെ പിടിപ്പിക്കാൻ പറ്റും. 40,000 രൂപയ്ക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോപ്പിൽ റൂഫ് റെയിൽസ് ചെയ്യാം. അങ്ങനെ ഒരു ടോപ്പ് എൻഡ് ലുക്കിലേക്ക് കൊണ്ടുവരാനുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് 40,000 രൂപയ്ക്ക് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലൊരു ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വാറണ്ടിയിൽ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ റേറ്ററുടെ എന്ത് ഇൻഫർമേഷനും ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും ടാറ്റയുടെ ഏത് വാഹനം വാങ്ങാനാണെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.